ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ. നമസ്കാരം. ബഹുമാനിയായ കുഴിമണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രജനി ടീച്ചർ അവർക്ക്, അതുപോലെ തന്നെ കുഴിമണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ബാബു ആനത്താൻ അവരുകൾ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലാമുകുടൻ അവരുകൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അസ്യാംസ അവരുകൾ, ബ്ലോക്ക് മെമ്പർ MC കുഞ്ഞാപ്പു അവരുകൾ, ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആമിനക്കുട്ടി അവരുകൾ, പ്രിയപ്പെട്ട മെമ്പർമാരായ 2ാം വാർഡ് മെമ്പർ കോട്ട ഉമ്മർ ഹാജി അവരുകൾ, സൈബുല അസ്കർ, 3ാം വാർഡ് മെമ്പർ അലവിക്കുട്ടി സാഹിബ് അവരുകൾ, അച്യുതകുമാർ എന്ന നേട്ടൻ അവരുകൾ, 5ാം വാർഡ് മെമ്പർ സുഹ്ര, അതുപോലെ 1ാം വാർഡ് മെമ്പർ സീനത്ത് അടക്കമുള്ള മറ്റു ഭരണസമിതി അംഗങ്ങളെ, പ്രിയപ്പെട്ട സെക്രട്ടറി ആസൂത്രണോപാധ്യക്ഷൻ കുഞ്ഞുമൈദി സാഹിബ് അവരുകൾ, മറ്റു ഇംപ്ലിമെന്റ് ഓഫീസേഴ്സ്, മറ്റു ഉദ്യോഗസ്ഥരെ, വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ, പ്രിയപ്പെട്ട അംഗൻവാടി ടീച്ചേഴ്സ്, ഹരിത കർമ്മസേന അംഗങ്ങളെ, പ്രിയപ്പെട്ട ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കേരള സർക്കാരിൻ്റെയും കുഴിമണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെയും വികസന നേട്ടത്തിൻ്റെ ഭാഗമായി നടക്കുന്ന വികസന സദസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മുടെ കുഴിമണ്ണ പഞ്ചായത്ത് ഇപ്പോൾ ഭരണസമിതി കയറിയതിന് ശേഷം 5 വർഷം അവസാനിക്കുന്നൊരു വേളയിലാണ്. ഏകദേശം നമ്മൾ കുഴിമണ്ണ പഞ്ചായത്ത് ഇപ്പോൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഒരുപാട് വികസനങ്ങൾ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിലായാലും അതുപോലെ തന്നെ കാർഷിക മേഖലയിലായാലും എല്ലാ വിഭാഗത്തിലെയും തൊട്ടുണർത്തിക്കൊണ്ടുള്ള വിവിധ പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഈ മഹത്തായ പരിപാടിയുടെ റിപ്പോർട്ട് അവതരണവുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ഐഷ അവരുകളെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ആസൂത്രണ ഉപാധ്യക്ഷൻ കുഞ്ഞുമൈദീൻ സാഹിബ് അവരുകളെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ, അതുപോലെ ഇംപ്ലിമെന്റ് ഓഫീസേഴ്സ്, പ്രിയപ്പെട്ട അംഗനവാടി ടീച്ചേഴ്സ്, ആശാ വർക്കേഴ്സ്, ഹരിത കർമ്മസേന അംഗങ്ങളെ അടക്കമുള്ള മറ്റു ഉദ്യോഗസ്ഥരെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മഹത്തായ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് കുഴിമണ്ണ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു ആനത്താൻ അവരുകളെ സാദരം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരങ്ങൾ, പഞ്ചായത്ത് ജീവനക്കാരടക്കമുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്യുക. നമുക്കറിയാം, സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാരിൻ്റെയും കുഴിമണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെയും വികസനം ചർച്ച ചെയ്യപ്പെടുന്ന ഈ വേദിയിൽ കുഴിമണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ 5 വർഷത്തെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനോടൊപ്പം തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തിയിരിക്കുന്ന ഈ സമയത്തും അടുത്ത ഭരണസമിതി വരുമ്പോൾ നമുക്ക് ഇനിയും ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന ഒരു ജനകീയ സദസ്സ്, എന്നത് ചർച്ച ചെയ്യുന്ന ഒരു ജനകീയ സദസ്സ് കൂടിയാണ് വികസന സദസ്സ്. വർഷങ്ങളുടെ തുടർച്ച, വികസനത്തിൻ്റെ മാതൃക ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന കടമയായി ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. കുഴിമണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പ്രസിഡന്റ് ഉദ്ഘാടനത്തിൽ സൂചിപ്പിക്കും. ചെറിയ 1-2 ഔട്ട്ലൈനെ ഞാൻ പറയുന്നുള്ളൂ. നമ്മൾ ഈ ഇരിക്കുന്ന ഹാള് നമ്മുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് ഘട്ടം ഘട്ടമായി കുഴിമണ്ണ പഞ്ചായത്തിൽ ചെറിയ പോരായ്മകൾ, AC ഇല്ല, നിങ്ങൾക്കറിയാം. ബാക്കിയെല്ലാം ഈ പ്രതലം സമതല പ്രതലമായിരുന്നില്ല, ചെരിച്ചു വാർത്ത ചെരിഞ്ഞ പ്രതലത്തിൽ ഘട്ടം ഘട്ടമായി ഫ്രെയിമുണ്ടാക്കി ഇന്നത്തെ അവസ്ഥയിൽ ഇത് വളരെ ടാസ്ക് എടുത്താണ് നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗവും ഭരണസമിതിയുടെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ കൂടെ നിന്ന ഉദ്യോഗസ്ഥരും ഘട്ടം ഘട്ടമായി ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് പഞ്ചായത്തിലെ ആരെയും വിളിച്ചിരുത്താവുന്ന ഒരവസ്ഥയിലേക്ക് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ ഈ അടുത്ത ദിവസം നമുക്ക് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് കാര്യാലയം സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നത് നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യമായിരുന്നു. താഴത്ത് വളരെ ഇടുങ്ങിയ സ്ഥലത്തായിരുന്നു നമ്മൾ ഇതുവരെ മീറ്റിങ്ങുകളൊക്കെ കൂടിയിരുന്നത്. ഇതിപ്പോൾ 100-200 പേർക്ക് വിശാലമായി കൂടിയിരിക്കാവുന്ന
ഒരു സ്ഥലം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു, അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അടുത്ത ദിവസം ഈ വരുന്ന 22-ാം തീയതി നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നമായ വർഷങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും മറ്റ് സംവിധാനങ്ങളുടെയും ഒക്കെ കുഴിമണ്ണാവ് ഗ്രാമപഞ്ചായത്തിൻ്റെയും നിരന്തരമായ ഫണ്ടിങ്ങും സഹകരണവും കാരണം പൂർത്തിയായ ബഡ്സ് സ്കൂളിൻ്റെ ഉദ്ഘാടനം ഈ ആഴ്ച നടക്കാൻ പോകും. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ശ്രീമതി രജനി ടീച്ചറെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. നമ്മുടെ നാടിന് എന്താണോ ആവശ്യങ്ങൾ അത് നിർദ്ദേശങ്ങളിലൂടെ രേഖപ്പെടുത്തുക. ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ സങ്കല്പം എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും. എൻ്റെ നാട് എന്ന ഒരു അഭിമാനവും എല്ലാവർക്കും ഉണ്ടാവും. 2020 ഡിസംബർ 21 സത്യപ്രതിജ്ഞ ചെയ്ത് പുതിയ ഭരണസമിതി കയറിയതിന് ശേഷം 5 വർഷം പൂർത്തിയാവാൻ പോവുകയാണ്. ഇതിനിടയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒട്ടുമിക്ക വികസനങ്ങളും പദ്ധതികളും നമ്മൾക്ക് കൂട്ടായ്മയോടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, നമ്മുടെ ബഹുമാന്യനായ ഏർനാട് മണ്ഡലം ബഷീർ സാഹിബിൻ്റെ 6 കോടിയോളം രൂപ, ഇങ്ങനെയുള്ള ത്രിതല പഞ്ചായത്തുകളും MLAൻ്റെതൊക്കെ കൂടി കുറേ ഫണ്ടുകൾ വേറെ തന്നെയുണ്ട്. അപ്പോൾ ആരോഗ്യമേഖലേൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ആരോഗ്യമേഖല നമ്മുടെ പരിരക്ഷ 2000-ഓളം 1000 ചില്ലറ വരുന്ന കിടപ്പ് രോഗികളെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അവസാനമായി ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണവും സപ്പോർട്ടും സ്നേഹവും ഒക്കെ കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ 5 വർഷം മുന്നോട്ട് പോയത്. നമ്മളെ ആരെയും നിങ്ങൾ ആരും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ആരും നമ്മളെ ഉപദ്രവിച്ചിട്ടില്ല. അതുപോലെ ഞങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ ഓരോ വ്യക്തികൾ നമ്മുടെ പഞ്ചായത്തിൽ കയറി വരുമ്പോഴും എന്താണ് ആവശ്യം എന്ന് ചോദിച്ചിട്ട് അവർക്ക് സാധ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടേ ഉള്ളൂ. ആരെയും ദ്രോഹിച്ച് വിട്ടിട്ടേ ഇല്ല ഇന്ന് വരെ. അതുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകാൻ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും വേണം എന്ന് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. പിന്നെ ഇതിനു വേണ്ടി നമ്മുടെ ആസൂത്രണ സമിതി, ഇതേപോലെ ഭരണസമിതി പോലെ നമ്മുടെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കുഞ്ഞിമേദി സാഹിബിനെ എടുത്ത് പറയേണ്ടതുണ്ട്. ഞങ്ങളോടൊപ്പത്തിനൊപ്പം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ ഞങ്ങളെ കൂടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ എല്ലാവരും ഞങ്ങളെ കൂടെ നിന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാർ, സെക്രട്ടറി അടക്കം, ഇംപ്ലിമെൻ്റ് ഓഫീസേഴ്സ്, ഉദ്യോഗസ്ഥന്മാർ, ഏതൊരു ഫയൽ വന്നാലും ഒരു വ്യക്തിയുടെ ഒരു ജീവിതമാണ് ഒരു ഫയലെന്ന് അവർക്കെല്ലാവർക്കും ബോധ്യമുണ്ട്. അതുപോലെ നമ്മൾക്കും ബോധ്യമുണ്ട്. അതുകൊണ്ട് അധികം നമ്മൾ അവരെ പഞ്ചായത്തിലേക്ക് നടത്തിക്കാറില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് അധികം ഞാൻ പറയുന്നത്. ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. MGNRGSൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ പൊതു ആസ്തികളും വ്യക്തിഗത ആസ്തികളും നമ്മൾക്ക് കുറേ നേടി തന്നിട്ടുണ്ട്. പിന്നെ അവർക്ക് നമ്മളെ കുഴിമണ്ണ അരീക്കോട് ബ്ലോക്കിൽ തന്നെ 1ാം സ്ഥാനം 2022-23 നമ്മുടെ പഞ്ചായത്തിന് അഭിമാനകരമായ ഒരു കാര്യം തന്നെയായിരുന്നു അത്. പിന്നെ കുടുംബശ്രീൻ്റെ കാര്യമാണെങ്കിൽ നോക്കുക, നമ്മുടെ CDS ബിന്ദു, അതുപോലെ അക്കൗണ്ടൻറ്റ്, മറ്റു CDS ADS ഒക്കെ കുടുംബശ്രീ സ്ത്രീകളുടെ കാര്യത്തിൽ നല്ല നല്ല സംരംഭങ്ങൾ കൊണ്ടുവരുന്നതിനും ഒക്കെ വേണ്ടി എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. കാര്യങ്ങളൊക്കെ മഴ പെയ്യുന്നത് പോലെ പ്രിയപ്പെട്ട പ്രസിഡന്റും അതുപോലെ അധ്യക്ഷൻ വൈസ് പ്രസിഡന്റൊക്കെ സംസാരിച്ചു. നമ്മുടെ പഞ്ചായത്തിൻ്റെ നേട്ടങ്ങൾ, അത് ഈ കാലം ഇതുവരെ ഇല്ലാത്ത നേട്ടങ്ങളാണ് ഈ 2020-25 വർഷത്തിലുള്ള ഭരണസഭ നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയുള്ള ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ എന്താണ് ചെയ്യാനുള്ളതെന്ന് ചോദിച്ചാൽ ഇനി ഒന്നും ചെയ്യാനില്ല. അത്രത്തോളം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കോൺഫറൻസ് ഹാള്, അതുപോലെ തന്നെ കീശ്ശേരി നമ്മുടെ പ്രിയപ്പെട്ട ബഡ്സ് സ്കൂളൊക്കെ. അങ്ങനത്തെ എല്ലാ പ്രവർത്തനം, കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ട
18 വാർഡിലേക്കും എത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സംഗതി കുറേ ആളുകൾ സംസാരിച്ചത് കൊണ്ടൊന്നും പറയുന്നില്ല. ഈ വികസന സദസ്സിന് എല്ലാവിധ ആശംസ അറിയിക്കുന്നു. ജയ് ഹിന്ദ്. നമുക്കറിയാം, ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷവേളയിലും ഉദ്ഘാടന ചടങ്ങിലൊക്കെ വിശദമായി തന്നെ സംസാരിച്ചു. ഈ 5 വർഷം കൊണ്ട് നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിന് സഹകരിച്ച് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും അഭിനന്ദനവും നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മളെ ഉദ്യോഗസ്ഥരെ നമുക്ക് പറയാം, എല്ലാ കാര്യത്തിലും അത് അപ്പം തന്നെ നമുക്ക് ശരിയാക്കി തരുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്തിരി വിജയകരമായി തീർന്നിട്ടില്ല. ഇതിനെ അവരെ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ ഭരണസമിതിയും എല്ലാ കാര്യത്തിലും ആരോഗ്യ രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും മറ്റെല്ലാ വികസനത്തിലും നമുക്ക് എല്ലാം ഒരുത്തൊരുമിച്ച് തന്നെ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അതോടൊപ്പം എല്ലാ മേഖലകളെയും ചേർത്ത് പിടിക്കേണ്ട ഭിന്നശേഷി വയോജനങ്ങളും അതുപോലെ പഞ്ചായത്തിന്റെ കീഴിൽ 4 മുതൽ 12 വാർഡുകളെ പ്രതിനിധീകരിക്കുന്ന മെമ്പർ എന്ന നിലയ്ക്ക് ഒട്ടുമിക്ക പ്രവർത്തനങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് ആരോഗ്യ മേഖലയിൽ വളരെ മുൻപന്തിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത് നിങ്ങൾ അഭിസംബോധന ചെയ്യാനുള്ള നല്ലൊരു അവസരമാണ് എന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം മഹാത്മാജി ആസൂത്രണം ചെയ്ത, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിദൂര കാഴ്ചപ്പാടായിരുന്ന ജനകീയാസൂത്രത്തിൻ്റെ ഭാഗമായി തുടക്കം കുറിച്ചൊരു പദ്ധതിയാണ് നമ്മൾ ഇവിടെ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. അധികാരം ജനങ്ങളിലേക്ക്. നിങ്ങൾ കൽപ്പിക്കുക, ഞങ്ങൾ അനുസരിക്കുക. ഈ തത്വം ഏകദേശം ആത്മാർത്ഥമായി അത് ഏറ്റെടുത്ത് 5 കൊല്ലം നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞങ്ങളൊക്കെ മനസ്സ് പറയുന്നു. ഒരു അനാസ്ഥയില്ലാതെ, ഒരു ചീത്തപ്പേരില്ലാതെ വളരെ ഭംഗിയായി 1.5 മാസം കൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങിപ്പോരാൻ സാധിക്കും. അൽഹംദുലില്ലാ, സർവശക്തനെ സ്തുതിക്കുകയാണ്. ഈ 5 വർഷത്തെ പദ്ധതിയിൽ ഒരുപാട് തുക ചെലവാക്കിയതിൻ്റെ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും സൂചിപ്പിച്ചിട്ടുള്ളൂ. മറ്റ് സ്വന്തമായിട്ട് കിട്ടിയ, അതുപോലെ തന്നെ മറ്റ് റോഡുകൾ മറ്റ് കാര്യങ്ങളൊന്നും ഇവിടെ പഞ്ചായത്ത് ചെയ്ത് ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട വളരെ 1-2 ഈ മറ്റേ മീറ്റിംഗ് ഹാള്, അതുപോലെ തന്നെ വരാൻ പോകുന്ന ബെഡ്സ് ഉദ്ഘാടനം, ഇങ്ങനത്തെ ഈ കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുള്ളൂ. ഇനി ഒരു പഠനം പറയുകയാണെങ്കിൽ ദിവസങ്ങളോളം പറയാനുള്ളത് ഏതാണ്ട് 96 കോടി രൂപയോളം പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന, പഞ്ചായത്തിലേക്ക് വന്നിട്ടുള്ള ഫണ്ട്, പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും നമ്മുടെ ഈ നാടിനും നമ്മുടെ സമൂഹത്തിനും വേണ്ടി ഇവിടെ ചെയ്തു തീർത്ത ഒരു ഭരണസമിതിയാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നുള്ളത് വളരെ വാസ്തവമാണ്. അതുപോലെ തന്നെ നമ്മുടെ ത്രിതല പഞ്ചായത്ത് മെമ്പർ, അത് ബ്ലോക്ക് മെമ്പർമാർ, അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പറിനെ ഇവിടെ സൂചിപ്പിച്ചു. ജില്ലാ പഞ്ചായത്തിൽ നിന്നും പരമാവധി നമ്മളെ ഡിവിഷനിലേക്ക് അനുവദിച്ചിട്ടില്ല അപ്പുറം നമ്മുടെ മെമ്പർമാർ അവരെ പരിഗണിച്ച് അവിടെ സംസാരിച്ചും അതിന് നേടിയെടുക്കാനുള്ള കഴിവുള്ള മെമ്പർമാരായതുകൊണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ MLA, നമ്മുടെ വികസന നായകൻ ഏറനാട് നിയോജക MLA PK ബഷീർ സാഹിബ് ഏതാണ്ട് 10 കോടി രൂപ നമ്മളെ ഈ ഇതിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ചിലവാക്കിയിട്ടുണ്ടെന്നുള്ള പറയുന്നത്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇങ്ങനെ ഈ ഒരു സദസ്സിൽ പങ്കെടുത്ത എല്ലാവരെയും, ഈ പരിപാടിക്ക് ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ച പഞ്ചായത്തിനെയും അതുപോലെ സർക്കാരിൻ്റെയും എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, മറ്റ് വേദിയിലുള്ള എല്ലാവരും, പ്രസംഗമാരെ നിർത്തിയെങ്കിൽ പോകാൻ വിചാരിച്ചാണ് എല്ലാവരും നിൽക്കുന്നത്. അതായത് ചൂടാണ്, കൂടുതലൊന്നും പറയുന്നില്ല. നമുക്കറിയാം, ഞങ്ങൾ അധികാരത്തിൽ വന്ന അന്ന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി തിരഞ്ഞെടുക്കപ്പെട്ട ഏത് സമിതിയും അഭിമുഖീകരിക്കാത്ത ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ട ഒരു ഭരണസമിതിയായിരുന്നു ഞങ്ങളിത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കാലത്ത് എല്ലാവരും മറന്നുപോയ കോവിഡിലായിരുന്നു നമ്മൾ ഇലക്ഷൻ. കോവിഡ് കഴിഞ്ഞു, കോവിഡ് നല്ല ഉയരത്തിൽ വന്നു. പിന്നീട് ഒരു 1.5 വർഷത്തോളം എല്ലാവരും കോവിഡിൻ്റെ പിറകിലായിരുന്നു. വികസന കാര്യങ്ങളും എല്ലാം നോക്കുന്നതിന് പകരം വാക്സിൻ കൊടുക്കൽ, ഒരു പോസിറ്റീവായാലും ഹോസ്പിറ്റലിൽ എത്തിക്കൽ, അതുപോലെ തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സാധാരണ മറമാടുന്ന മാതിരി മറമാടാൻ ചെയ്യാത്ത അവസ്ഥ, ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ടായിരുന്നു ഞങ്ങളുടെ ഭരണസമിതി മുന്നോട്ട് പോയത്. പിന്നീട് കോവിഡാനന്തരം നമ്മൾ മാക്സിമം, അതായത് ഒരു 150-160ഓളം വീടുകൾ നമ്മൾ പഞ്ചായത്തിൽ പണികഴിപ്പിക്കാൻ കഴിഞ്ഞു. അതുപോലെ മൃഗാശുപത്രിൻ്റെ പണി ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞു. ഇങ്ങനെ നിരവധി പദ്ധതികൾ നടത്തി ഞങ്ങൾ മുന്നേറ്റാൻ കഴിഞ്ഞു. ഒരുപാട് അഭിമാന കാര്യങ്ങൾ ചെയ്ത് ഈ ഭരണസമിതിയുടെ സമയം അവസാനിക്കുകയാണ്. ഇതിനെല്ലാം സഹകരിച്ച എല്ലാവർക്കും, എല്ലാ നാട്ടുകാർക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് നന്ദി അറിയിച്ച് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർക്കുകയാണ്.
സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്ത് ഇതിൻ്റെ ഓൺ ഫണ്ട് വളരെ കുറവുള്ള ഒരു പഞ്ചായത്തായിട്ട് പോലും നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ പഞ്ചായത്തിന് അനുവദിച്ച ഗ്രാൻറ്റുകളും അതുപോലെ തന്നെ പദ്ധതികൾക്ക് അനുവദിച്ച ഗ്രാൻറ്റുകളും വളരെ കുറവായിട്ട് പോലും ഒരുപാട് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറത്ത് നിന്നുള്ള വികസനം ചെയ്ത ഭരണസമിതിയാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു കൂട്ടായ ശ്രമം കൊണ്ടും അതുപോലെ തന്നെ അവരുടെ പ്രയത്നം കൊണ്ടും നമ്മുടെ എല്ലാ പദ്ധതികളും നമ്മൾ പ്രഖ്യാപിച്ച നമ്മുടെ മൃഗാശുപത്രിയുടെ കെട്ടിടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ ഗുണകരമായ രീതിയിൽ നാടിന് ഉപകാരമുള്ള രീതിയിലൊക്കെ നമ്മുടെ ഭരണസമിതിക്ക് അത് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല. ഒരുപാട് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അതോടൊപ്പം എല്ലാ മേഖലകളെയും ചേർത്ത് പിടിക്കേണ്ട ഭിന്നശേഷി വയോജനങ്ങളും അതുപോലെ വനിതാ ശിശു മേഖലകളിലും ഉൽപാദന മേഖലയിലും അതുപോലെ പശ്ചാത്തല സൗകര്യമൊരുക്കുന്നതിലൊക്കെ വലിയ ഒരു വിജയമായിട്ടുണ്ട് ഈ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ. ഇവിടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അതെല്ലാം വിശദീകരിച്ചിട്ടുണ്ടാവും. അതേപോലെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ രതീഷ് മാഷ് ഞാൻ ആ വീഡിയോ അങ്ങനെ കണ്ടപ്പോൾ വളരെ മനോഹരമായിട്ടുണ്ട്. രതീഷ് മാഷ് വളരെ മനോഹരമായി അദ്ദേഹത്തിൻ്റെ ക്യാമറ കണ്ണുകളിലൂടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങളുടെയൊക്കെ സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ ഏറ്റുവാങ്ങാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഏകദേശം 4 കോടിയുടെ അടുത്ത വികസന പ്രവർത്തനങ്ങൾ വിവിധ വാർഡുകളിലേക്കും അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യസിക്കുന്ന കുഴിമണ്ണ ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിലേക്കുമായിട്ട് നൽകാൻ സാധിച്ചിട്ട് 1 മാസം കഴിഞ്ഞ് നമ്മളൊക്കെ ഇവിടുന്ന് മാറിപ്പോയാലും ഇവിടുന്ന് കണ്ടുമുട്ടിയാലും ഒക്കെ ഈ സ്നേഹബന്ധം അത് തുടർച്ചയായിട്ട് നമ്മൾ ഈ വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുക എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും നേരുന്നു. ജയ് ഹിന്ദ്. ആസൂത്രണ സമിതി അംഗവും ഞങ്ങളെയൊക്കെ വഴികാട്ടിയുമായ പ്രത്യേകമായി പറയുകയാണെങ്കിൽ കുഴിമണ്ണ ഗ്രാമപഞ്ചായത്ത് നിലവിൽ വന്ന പ്രഥമ പ്രസിഡന്റ് കറുത്തോടൻ ആലിക്കുട്ടി ഹാജി എന്ന മഹാനവറുകളുടെ പുത്രനുമായ ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കെ എ റസാഖ് ഹാജി സാഹിബിനെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. സമയം നേരം വൈകിയതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് ഞാൻ എല്ലാവരെയും പേരെടുത്ത് വരില്ല, എല്ലാവരെയും അഭിസംബോധന ചെയ്യുകയാണ്. ഏതായാലും നമ്മുടെ പഞ്ചായത്തിൽ കിട്ടിയിട്ടുള്ള ആ നേട്ടങ്ങളും അല്ലെങ്കിൽ ഈ ഒരു വികസന സദസ്സ് സംഘടിപ്പിക്കാൻ സാധിച്ചതിലും അത് അതിൻ്റെതായ രൂപത്തിൽ തന്നെ കൈകാര്യം ചെയ്യുവാനും സാധിച്ചതിന് അത് ഞാൻ അതിയായിട്ട് സന്തോഷിക്കുകയാണ്. എന്തെല്ലാം ജനങ്ങൾക്ക് ഈ 5 വർഷം കൊണ്ട് ചെയ്തു എന്ന് അത് പറയാനും അത് കേൾക്കാനും നമുക്ക് സാധിച്ചതിൽ അത് പറയാൻ ഇവർക്കൊരു അവസരം കിട്ടിയതിലുള്ള ഒരു ചാരിതാർത്ഥ്യം അവർക്ക് ഉണ്ടാകുന്നതോടൊപ്പം തന്നെ അതുപോലെ തന്നെ ഇവർ വിട്ടുപോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. നാട്ടിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സേവനങ്ങളും ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ അവർ ആ 5 വർഷം ജനസേവനത്തിനായിട്ട് ഏറ്റെടുക്കുകയാണ് ആ പദ്ധതി. അപ്പോൾ അത് കൃത്യമായിട്ട് അവർ നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഭരണസമിതിയിൽ മറ്റ് അഭിപ്രായങ്ങളൊന്നും അതേപ്പറ്റി ഞാൻ പറയുന്നില്ല, കൂടുതൽ പ്രശംസിക്കുകയല്ല. മാത്രമല്ല ഈ ഒരു വികസന സദസ്സിലേക്ക് ഒരു മീഡിയ കോർഡിനേറ്റർ ആയിട്ടുള്ള രതീഷ് മാഷ് അത് ഒപ്പിയെടുത്ത ഈ 5 വർഷക്കാലത്ത് അതിന് മുന്നത്തെ കുഴിമണ്ണ പഞ്ചായത്ത് പ്രദേശത്തിൻ്റെ ചരിത്രവും അടങ്ങുന്ന ആ ഒരു ഡോക്യുമെൻ്ററി വളരെയധികം നന്നായിട്ടുണ്ട്. അത് എല്ലാവർക്കും ഉൾക്കൊള്ളുവാനും മനസ്സിലാകുവാനും സാധിക്കുന്ന ഒന്നാണ് എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് ഈ വികസന സദസ്സ് പരിപാടികൾക്കും വികസന സദസ്സ് സംഘടിപ്പിച്ചവരും അതിന് എന്നെ ക്ഷണിച്ചതിലും അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ കൂടെ പ്രവർത്തിക്കാൻ ആസൂത്രണ സമിതി എന്ന നിലയ്ക്ക് സാധിച്ചതിലൊക്കെയുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു റസാഖ് ഹാജി. നമ്മൾ നന്ദി പ്രകാശിപ്പിക്കുന്നത് കുഴിമണ്ണ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ് ടി വി അവർകളാണ്. അതിന് തൊട്ട് മുമ്പാണ് ഈ ഒരു സെഷൻ ഉള്ളത്. അഭിപ്രായവും നിർദ്ദേശങ്ങളും ആശയങ്ങളും ലഭ്യമാക്കുന്നതിനുള്ള ചർച്ചകളാണ് ആവശ്യം. അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് മറുപടി പറയുന്നതായിരിക്കും. ഒരു
വിമർശനവും ഒരു നിർദ്ദേശവും ഇവിടെ ലഭിച്ചിട്ടുണ്ട്, കത്തായിട്ട് തന്നിട്ടുണ്ട്. ഇതിന് രണ്ടിനും മറുപടി പറയും. കൂടെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. ഇതുമായി ബന്ധമില്ലാത്ത ചർച്ചകൾ ഒഴിവാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനുള്ളത്, എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളെയും ഔദ്യോഗികമായി നമ്മൾ ക്ഷണിച്ചിരുന്നു. കേരളത്തിലെ പ്രധാന ഭരണകക്ഷി അംഗങ്ങൾ, പ്രതിപക്ഷത്തിരിക്കുന്നവരെല്ലാവരെയും നമ്മൾ വിളിച്ചിരുന്നു. വന്നത് 2-3 പാർട്ടികളുടെ പ്രതിനിധികളാണ്. അവരോടുള്ള ഞങ്ങളുടെ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ഇനി വരാതിരിക്കുന്നവർക്ക് ഇത് കേരള സംസ്ഥാന ഗവൺമെൻറ് നിർദ്ദേശിച്ചത് പ്രകാരമാണ് നമ്മൾ നടത്തിയത് എന്നതുകൂടി പൊതുജനങ്ങളെ അറിയിക്കുന്നു. കുഴിമണ്ണ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൻ്റെ വികസന നേട്ടങ്ങൾ ഡോക്യുമെൻ്ററി അവതരിപ്പിക്കുന്നു. എല്ലാവരും അതിലൊക്കെ സഹകരിക്കണം. അതിനുശേഷം നമുക്ക് നിർദ്ദേശങ്ങളും ആശയങ്ങളും ലഭ്യമാക്കുന്നതിനുള്ള ചർച്ചകളും അഭിപ്രായങ്ങളും ക്രോഡീകരിച്ചത് അതിനിവിടുന്ന് വിഷയങ്ങൾ ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. അവസാനം നമുക്കതിനൊക്കെ മറുപടി പറയാം. എല്ലാവരുടെയും സഹകരണം ഉണ്ടാവുമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി നമ്മൾ പ്രസൻറ്റേഷൻ പരിപാടിയിലേക്ക് കടക്കുകയാണ്. സ്റ്റേജിൽ ആരും ഇരിക്കുന്നില്ല, എല്ലാവരും സദസ്സിലിരുന്നു കൊണ്ട് പരിപാടി വീക്ഷിക്കുക. പഞ്ചായത്തിൻ്റെ പരിപാടിയിൽ വികസനങ്ങൾ, സെക്രട്ടറി വായിക്കുന്ന വികസനങ്ങളുടെ ദൃശ്യങ്ങൾ അവിടെ കാണിക്കും. എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ബഹുമാന്യരായ തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളെ, ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഈ വികസന സദസ്സ് കേരളത്തിലൊരു പുതിയ ജനപങ്കാളിത്തത്തോടെയുള്ള വികസന സംസ്കാരത്തിൻ്റെ തുടർച്ചയാണ്. ഈ വികസന സദസ്സിലൂടെ കേരളത്തിലെ 1034 തദ്ദേശ സ്ഥാപനങ്ങളിലും ജനങ്ങൾ ഒത്തുചേർന്ന് കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് കഴിഞ്ഞ 2 സർക്കാരുകൾക്ക് കീഴിൽ കേരളത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണ് എന്നും, പ്രത്യേകിച്ച് പ്രാദേശിക ഭരണത്തിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിലും ഉണ്ടായിട്ടുള്ള വിസ്മയകരമായിട്ടുള്ള മാറ്റം എന്താണ് എന്നും വിലയിരുത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന വേദിയാണ് ഈ വികസന സദസ്സുകൾ എന്നത്. കേരളം എല്ലാ കാലത്തും അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കാര്യത്തിൽ, ജനപങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള വികസനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്ക് മാതൃകയാണ്. ലോകം ഇക്കാര്യത്തിൽ കേരളത്തെ പഠിച്ചിട്ടുണ്ട്, കേരളത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുമുണ്ട്. ആ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ മാതൃകയെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളം മുന്നോട്ട് പോകുന്നത്. കുഴിമണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നാളിതുവരെയുള്ള ഭരണസമിതി വഹിച്ചിട്ടുള്ള പങ്ക് സ്തുത്യർഹമാണ്. നിലവിലുള്ള ഭരണസമിതി അധികാരമേറ്റിട്ട് 2025 ഡിസംബർ 20-ന് 5 വർഷം പൂർത്തിയാക്കിയാണ്. ഈ കാലയളവിൽ കുഴിമണ്ണ ഗ്രാമപഞ്ചായത്ത് കൈവരിച്ച നേട്ടങ്ങൾ ഏറെയാണ്. 2021 മുതൽ 2025-26 വരെയുള്ള സാമ്പത്തിക വർഷം വരെ കുഴിമണ്ണ ഗ്രാമപഞ്ചായത്തിൽ ആകെ 1384 പ്രൊജക്റ്റുകളിലായി 92,40,11,644 രൂപയുടെ പദ്ധതികൾ തയ്യാറാക്കി നടപ്പിലാക്കാനും ഏകദേശ പദ്ധതികൾ പൂർത്തിയാക്കാനും പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. ആയതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഇവിടെ വിവരിക്കുന്നത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പട്ടികയിൽ ഉൾപ്പെട്ട 53 കുടുംബങ്ങളിൽ 4 പേർക്ക് ഭവന നിർമ്മാണം, 12 പേർക്ക് ഭവന റിപ്പയർ, ഭക്ഷണം, മരുന്ന്, 6 പേർക്ക് വരുമാനദായത്തിന് തൊഴിൽ നൽകുകയും വീട് നിർമ്മാണത്തിന് ധനസഹായം നൽകിയതിൽ ഒരാൾ ഭവന നിർമ്മാണം പൂർത്തീകരണത്തിലാണ്. കുഴിമണ്ണ ഗ്രാമപഞ്ചായത്ത് അതിദാരിദ്ര്യ പഞ്ചായത്തായി മാറുന്ന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഡിജി കേരളം പദ്ധതിയിൽ 1118 പഠിതാക്കളെ കണ്ടെത്തി മുഴുവൻ പഠിതാക്കളും പഠനം പൂർത്തീകരിച്ച് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്നതിന് കുഴിമണ്ണ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു. ലൈഫിൽ പുതുജീവിതങ്ങൾ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയുടെ ഭാഗമായി 136 ഗുണഭോക്താക്കൾ കരാറിൽ ഏർപ്പെടുകയും 125 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളതും അവശേഷിക്കുന്ന നിർമ്മാണം പുരോഗമിക്കുകയാണ്. കൂടാതെ PMAY ഭവന പദ്ധതി പ്രകാരം 55 ഗുണഭോക്താക്കൾ കരാറിൽ ഏർപ്പെടുകയും ആയതിൽ 8 എണ്ണം ഭവന നിർമ്മാണം പൂർത്തിയാക്കുകയും 47 എണ്ണം നിർമ്മാണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്.
സ്വന്തമായ ഒരു ഭവനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചിട്ടുണ്ട്. മാലിന്യ സംസ്കരണ മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങൾ ഒറ്റനോട്ടത്തിൽ. മാലിന്യമുക്ത നവകേരള പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നു. 38 ഹരിതകർമ്മസേന അംഗങ്ങൾ ഈ പ്രവർത്തനത്തിൻ്റെ മുന്നണി പോരാളിയായി സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഉറവിട മാലിന്യ സംസ്കരണത്തിനായി ബയോ ബിന്ന്, സോക്ക് പിറ്റ്, കമ്പോസ്റ്റ് പിറ്റ് എന്നിവ വിതരണം ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ആയത് സമ്പൂർണ്ണ രീതിയിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും വരും വർഷങ്ങളിൽ ആയത് പൂർത്തീകരിക്കാനാവും വിധം പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ബിന്നുകൾ, ബോട്ടിൽ ബൂത്ത് എന്നിവ സ്ഥാപിച്ചിട്ട് ഒരു MCF പ്രവർത്തന സജ്ജമാണ്. പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടെ മാലിന്യ സംസ്കരണ പ്രവർത്തനം നടപ്പിലാക്കാൻ ബോധവൽക്കരണം, എൻഫോഴ്സ്മെൻറ്റ് എന്നിവ നടത്തിവരുന്നു. മാലിന്യശേഖരം നടത്തുന്ന ഹരിതമിത്രം ആപ്പ് ഉപയോഗിച്ചാണ്. CMLRP പദ്ധതി CMLRP പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആകെ 4 പ്രവൃത്തികൾ ഏറ്റെടുത്തിട്ട് 4 എണ്ണം പൂർത്തീകരിച്ചിട്ടുണ്ട്. K-സ്മാർട്ട് പഞ്ചായത്തിൽ നിന്നും ലഭിക്കേണ്ട സേവനങ്ങൾക്കായി പൊതുജനങ്ങൾക്കായി ഓഫീസിൽ വരേണ്ട സാഹചര്യം മാറി വീട്ടിലിരുന്നു തന്നെ സേവന ലഭ്യത ഉറപ്പുവരുത്തുന്ന K-സ്മാർട്ട് എന്ന സോഫ്റ്റ്വെയർ സ്ഥാപിച്ചിട്ടുള്ളതും ആയത് പ്രകാരം നാളെ ഇതുവരെ 41,723 എണ്ണം ഫയലുകളിൽ 33,580 ഫയലുകൾ നടപടി സ്വീകരിച്ചിട്ടുള്ളതുമാണ്. പാലിയേറ്റീവ് കെയർ പദ്ധതി പ്രകാരം കുടുംബാരോഗ്യ കേന്ദ്രവും 2 NGOയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 1650 പേർക്ക് പരിചരണം നൽകി വരുന്നുണ്ട്. ക്ഷേമ പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ വനിതകൾക്കുള്ള പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവ പെൻഷൻ എന്നിവയായി കുഴിമണ്ണ പഞ്ചായത്തിൽ 4141 പേർക്ക് ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നുണ്ട്. കാർഷിക മേഖല, കുഴിമണ്ണ ഗ്രാമപഞ്ചായത്തിലെ ഭൂരിഭാഗം ജനങ്ങളും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. കേരഗ്രാമം പദ്ധതി വെറ്റില കൃഷി, വാഴക്കൃഷി, ഫലവൃക്ഷത്തൈ വിതരണം, സോളാർ ഫെൻസിങ്, ആഗ്രോ ഫാർമസി മരുന്ന് വിതരണം, നെല്ലിന് വളം, തെങ്ങിന് വളം, മുട്ടക്കോഴി വിതരണം, കാലിത്തീറ്റ വിതരണം, ക്ഷീരകർഷകർക്ക് പാലിന് സബ്സിഡി തുടങ്ങി കർഷകർക്ക് ഊന്നൽ നൽകിയ ഒട്ടനവധി പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഉൽപ്പാദന മേഖലയ്ക്ക് മാത്രം ഈ വർഷം 141 പ്രൊജക്റ്റുകളിലായി ധനസഹായം നൽകാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളുടെ മൃഗാശുപത്രി കെട്ടിടം നിർമ്മിക്കാൻ സാധിച്ചതും ഈ ഭരണസമിതിയുടെ നേട്ടമായി നമുക്ക് എടുത്തു പറയാവുന്നതാണ്. ആരോഗ്യ മേഖല, കുഴിമണ്ണ ഗ്രാമപഞ്ചായത്ത് ഒരു ഫാമിലി ഹെൽത്ത് സെൻ്ററും 3 ഉപകേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. 350 രോഗികൾ ദിവസേന OP ആശ്രയിക്കുന്നുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും കൂടിയ ലാബ് പ്രവർത്തിക്കുന്നു. ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. കിടപ്പിലായ രോഗികളുടെ സ്വാന്തന പരിചയം ആശ്രയ ഗുണഭോക്താക്കൾക്ക് ഭക്ഷണ കിറ്റുകളും പഞ്ചായത്ത് വർഷങ്ങളായി നടത്തി വരുന്നുണ്ട്. കൂടാതെ കടുങ്ങല്ലൂരിൽ ഹെൽത്ത് ഗ്രാൻഡിൽ 55 ലക്ഷം രൂപ ഉൾപ്പെടുത്തി സബ് സെൻ്റർ നിർമ്മാണം പുരോഗമിച്ചിട്ടുണ്ട്. കുഴിമണ്ണ ഹോമിയോ ഡിസ്പെൻസറി 2025-26 മാതൃകാ ഡിസ്പെൻസറി ആയിട്ട് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് പശ്ചാത്തല മേഖല, പഞ്ചായത്ത് പരിധിയിൽ 90% റോഡുകളുടെ നവീകരണം കഴിഞ്ഞ 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കുകയും അവശേഷിക്കുന്ന നിർമ്മാണ പുരോഗതിയിലുമാണ്. പഞ്ചായത്തിലെ എല്ലാ അംഗനവാടി സ്മാർട്ട് അംഗനവാടി ആക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. റോഡുകളുടെയും കെട്ടിട നിർമ്മാണം, പുനരുദ്ധാരണം, പഞ്ചായത്തിൻ്റെ പശ്ചാത്തല മേഖലയിലും സേവന മേഖല 51 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. എല്ലാ വീടുകളും കുടിവെള്ളം എത്തിക്കുക എന്നത് കണ്ട് ജലജീവൻ പദ്ധതിയുടെ പഞ്ചായത്തിൽ 90% നടപ്പിലാക്കിയിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റുകൾ, മിനിമാസ് ലൈറ്റ് സ്ഥാപിച്ച് ഒട്ടേറെ പ്രവർത്തനം നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഭിന്നശേഷി വിഭാഗത്തിലുടെയും ക്ഷേമം, അംഗനവാടികളുടെ അടിസ്ഥാന സൗകര്യ വികസനം, കുട്ടികളുടെ കലാകായിക മേള, ഭിന്നശേഷി കലോത്സവം, ഭിന്നശേഷി സ്കോളർഷിപ്പ്, ബാലസഭ, കുട്ടികളുടെ പരിപാടി, സ്ത്രീകളുടെ കലാസാംസ്കാരിക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന വനിതകൾക്ക് ഡ്രൈവിംഗ്, വനിതകൾക്ക് ഇലക്ട്രിക് ഓട്ടോ എന്നിവയും സ്ത്രീ സൗഹൃദ പഞ്ചായത്ത് എന്ന ആശയം ഉൾക്കൊണ്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. കുടുംബശ്രീയുമായി സംയോജിച്ച് നിരവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. കുടുംബശ്രീ മുഖേന 2020 ഓണം വിപണന മേള സംഘടിപ്പിച്ച് ജില്ലയിൽ വിറ്റുവരെ 1ാം സ്ഥാനം നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. വയോജനങ്ങളുടെ ഉന്നമനത്തിനായി വയോജന ഉല്ലാസയാത്ര, പോഷകാഹാര കിറ്റ്, കട്ടിൽ ഉപകരണം എന്നീ പദ്ധതി ഏറ്റെടുത്ത് വയോജന സൗഹൃദ പഞ്ചായത്ത് എന്നുള്ള ആശയം
നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. വനിതാ സംരംഭങ്ങൾ തുടങ്ങുന്ന 25 ലക്ഷം രൂപയുടെ സബ്സിഡി 2.5 ലക്ഷം രൂപ വീതം കുടുംബശ്രീ യൂണിറ്റുകൾ നൽകാൻ സാധിച്ചിട്ടുണ്ട്. മെൻസ്ട്രൽ കപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ക്ലോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഹിയറിംഗ് എയ്ഡ് മാറ്റി നൽകുന്ന ധനസഹായം അനുവദിക്കാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. കൂടാതെ ബഡ്സ് സ്കൂൾ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻ്റർ എല്ലാവിധ സൗകര്യത്തോടെ പ്രവർത്തന സജ്ജമായി മാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസ കലാകായിക മേളയെ പരിപോഷിപ്പിക്കുന്നതിന് എല്ലാ വർഷവും കേരളോത്സവം സംഘടിപ്പിക്കുകയും സ്പോർട്സ് ക്ലബ്ബുകൾ സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സ്കൂളുകൾക്ക് സ്പോർട്സ് ഉപകരണം നൽകാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ തുല്യതാ പഠിതാക്കൾക്ക് പഠിത പദ്ധതികളും ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ട്. പട്ടികജാതി വികസനം, പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, കുട്ടികൾക്ക് മേശ കസേര വിതരണം, വിവാഹ ധനസഹായം എന്നിവ, SC നഗറുകളുടെ സംരക്ഷണം, മിനിമാസ് ലൈറ്റുകൾ, പട്ടിക വിഭാഗക്കാരുടെ ക്ഷേമത്തിനായി ആകെ 4,56,00,000 രൂപ ചെലവഴിച്ചിട്ടുണ്ട്. അടുത്തത് നമ്മുടെ കുഴിമണ്ണ പഞ്ചായത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ പ്രസൻറ്റേഷനാണ്. കുന്നും മലകളും വയലോരങ്ങളും കൃഷിനിലങ്ങളും നിറഞ്ഞ 22.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള 30,000-ൽ പരം ജനസംഖ്യയുള്ള ഒരു ഏറനാടൻ ഗ്രാമപ്രദേശമാണ് കുഴിമണ്ണ ഗ്രാമപഞ്ചായത്ത്. കിഴക്ക് കാവന്നൂർ പൂപ്പറ്റിയും തെക്ക് മറയൂരും കൊണ്ടോട്ടി നഗരസഭയും പടിഞ്ഞാറ് മുതുവല്ലൂരും അതിരുകൾ പങ്കിടുന്ന കുഴിമണ്ണ ഗ്രാമപഞ്ചായത്ത് തനത് വരുമാനത്തിൽ താരതമ്യേന പിന്നിലാണെങ്കിലും ഇന്ന് വികസന മേഖലകളിൽ വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. 2ാം വാർഡ് മെമ്പർ കോട്ട ഉമർ ഹാജി, 3ാം വാർഡ് മെമ്പർ PV അനിൽകുട്ടി. അതുപോലെ മറ്റു പശ്ചാത്തല മേഖലകൾ, ഇങ്ങനെ ഒട്ടനവധി മേഖലകളെ തൊട്ടുണർത്തിക്കൊണ്ടാണ് നമ്മൾ ഓരോ വർഷവും കൊണ്ടുവരുന്നത്. കോമൺ പ്രൊജക്റ്റുകളല്ലാതെ വ്യക്തിഗത ആനുകൂല്യങ്ങളും ഈ 5 വർഷത്തിനുള്ളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള നല്ല നല്ല പദ്ധതികൾ ഈ 5 വർഷത്തിനിടയിൽ ഭരണസമിതിക്ക് കൊണ്ടുവരാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എടുത്തു പറയത്തക്ക വിധത്തിലുള്ള നമ്മുടെ കോമൺ പ്രോജക്റ്റുകളായ ബഡ്സ് സ്കൂള്, അതുപോലെ വെറ്റിനറി ഹോസ്പിറ്റല്, അതുപോലെ നമ്മുടെ കുഞ്ഞുമക്കളുടെ സഹകരണത്തിൽ തന്നെ എല്ലാ മക്കൾക്കും അത് വളരെ ഉപകാരമായിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിലുള്ള മക്കളെ മുൻപന്തിയിൽ കൊണ്ടുവരുന്ന വേണ്ടിയിട്ടുള്ള പദ്ധതിയായിരുന്നു. അത് അതുപോലെ തന്നെ സഹായിക്കുന്നു. സപ്പോർട്ട് തന്നെ നല്ല രീതിയിൽ നടത്താൻ സാധിക്കും. പല സ്കൂളുകളും വളരെ മോശമായ രീതിയിലായിരുന്നു. അത് നമുക്ക് ഒരുവിധം എല്ലാ സ്കൂളും നല്ല രീതിയിൽ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ ഫോർമാലിറ്റികൾ പൂർത്തീകരിക്കാനും അതിന് വേണ്ട ഒരു ലെറ്റർ തന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. പിന്നെ പുളിയക്കോട് സബ് സെന്റർ താൽക്കാലിക ഒരു കെട്ടിടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ലെറ്റർ തന്നിട്ടുണ്ട്. സ്വന്തമായിട്ടൊരു MCF അടുത്ത ഭരണസമിതിയിലെങ്കിലും നമ്മളെ പഞ്ചായത്തിന്റെ സ്ഥലം ഉണ്ടല്ലോ, അതിൽ നമുക്ക് സെക്രട്ടറിയോട് അടക്കമുള്ള ഒരു അപേക്ഷയാണ് അടുത്ത ഭരണസമിതിയിൽ നമുക്കൊരു സ്വന്തമായിട്ടൊരു ബിൽഡിങ് ഉണ്ടാക്കാനുള്ള ഒരു അനുവാദം, ഒരു അപേക്ഷ. നമുക്കൊരു വെള്ളത്തിന് എന്തെങ്കിലും മാർഗം നിങ്ങൾ ഉണ്ടാക്കി തരുമോ? നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കുക. അത് മെമ്പറുമായിട്ട് കൂടി ആലോചിച്ചിട്ട് വേണ്ട നടപടിയെടുക്കും. പിന്നീട് ജലജീവൻ പദ്ധതി, ഇവിടെ ഒരു പ്രസംഗത്തിൽ രാഷ്ട്രീയ പ്രതിനിധിയുടെ ജലജീവൻ പദ്ധതിയെക്കുറിച്ച് സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് ഇതിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് അത് എല്ലാവർക്കും അറിയുന്ന പോലെ 45% കേന്ദ്ര ഗവൺമെൻറ്റും 30% സംസ്ഥാന ഗവൺമെൻറ്, 15% പഞ്ചായത്ത് വിഹിതവും 10% ഗുണഭോക്തൃ വിഹിതവും അടക്കം ഈ 100% ഫണ്ടിൽ 15% പഞ്ചായത്തിൻ്റെ വിഹിതം. അത്ര റോളാണ് അതിൽ പഞ്ചായത്തിലുള്ളത്. ഇപ്പോൾ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ വിവരം അനുസരിച്ച് കോൺട്രാക്ടർമാർക്ക് ഫണ്ട് പൂർണ്ണമായി ലഭിക്കാത്തതാണ് പ്രവൃത്തി നിന്ന് പോകാൻ കാരണം. നമ്മുടെ ഏറ്റവും വലിയ പ്രവൃത്തി എടുത്ത് ഏകദേശം 10 കോടിയുടെ വർക്ക് എടുത്ത ഒരു പ്രവൃത്തി കോൺട്രാക്ട് റിന്യൂ ചെയ്യേണ്ടി വന്നത് ഫണ്ട് ലഭ്യമാവാത്തതാണ് കാരണമെന്ന് ഉദ്യോഗസ്ഥരൊക്കെ അന്വേഷിച്ചപ്പോൾ നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ഘട്ടം കഴിഞ്ഞു. നമ്മുടെ പലയിടത്തും ഈ
വർഷകാലം കഴിഞ്ഞാൽ ഏകദേശം നവംബർ അവസാനം ഡിസംബറോട് കൂടിയിട്ട് PWD റോഡുകൾ കീറാനുള്ള അനുമതിയുണ്ട്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനുമതി കൊടുക്കാത്തതാണ് പൂർത്തീകരണത്തിന് ഒരു തടസ്സം. അങ്ങനെ 3-4 കാരണങ്ങൾ കൊണ്ടാണ് നീണ്ടുപോകുന്നത്. എന്തായാലും ആ പ്രവൃത്തി ഘട്ടം ഘട്ടമായി കുഴിമണ്ണ പഞ്ചായത്തിൽ പൂർത്തിയാവും. 2022 പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞ പ്രവൃത്തി ഘട്ടഘട്ടമായി 80%, 80% പൂർത്തിയായിട്ടുണ്ട് എന്ന് അറിയിക്കുന്നു. താങ്ക് യു. അടുത്തത് എഴുതി ലഭിച്ചത് പെൻഷൻ പാസ്സാകുമ്പോൾ AC അടക്കമുള്ള മാനദണ്ഡങ്ങൾ കാരണം അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല, ഗവൺമെന്റ് നിശ്ചയിച്ച മാനദണ്ഡങ്ങളാണ്. അത്തരം മാനദണ്ഡങ്ങൾ വളരെ വർഷങ്ങൾ ഗൾഫിലൊക്കെ നിന്ന് മക്കളോ ആരെങ്കിലുമൊക്കെ പെൻഷൻ കടം വാങ്ങിയൊക്കെ നൽകുന്ന AC വെക്കുന്നത് ചിലപ്പോൾ വീട്ടുകാർ ഷോ കാണിക്കാൻ വേണ്ടി മക്കൾ ചെലവഴിക്കുന്നതായിരിക്കും. എന്നാൽ ആ വീട്ടിൽ വർഷങ്ങളായി മരുന്നിനും കുട്ടികൾക്കൊരു മിഠായി വാങ്ങിക്കൊടുക്കുക അത്തരം ആവശ്യങ്ങൾക്ക് അതൊരു സങ്കടമായിട്ടാണ് ഇവിടെ അറിയിച്ചത്. അപ്പൊ അത് കൂട്ടത്തിൽ പറയുകയാണ്. ഇത്തരം കാര്യങ്ങൾ പഞ്ചായത്തല്ല അതിന്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നത് എന്നത് കൂടി അറിയിക്കുന്നു. അവർക്ക് കിട്ടുന്ന ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്ന നിർദ്ദേശപ്രകാരം മാനദണ്ഡങ്ങൾ പ്രകാരമാണ് പലപ്പോഴും നഷ്ടപ്പെടുന്നത്. അത് നമ്മൾ ശ്രദ്ധപ്പെടുത്തുന്നുണ്ട്. ആ നിർദ്ദേശം കൂടി അതിൽ ചേർത്തിട്ട് നമ്മൾ മുകളിലേക്ക് അയക്കുന്നതാണ്. പിന്നെ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു അഭിപ്രായം നമ്മുടെ ഹരിതകർമ്മസേന സെക്രട്ടറി അറിയിച്ചു, സരസ്വതി. അത് നല്ല അഭിപ്രായമായിരുന്നു. ഒന്ന്, വാടക കെട്ടിടത്തിലാണ് വർഷങ്ങളായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് അസൗകര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ സമിതി വർഷം 27 ലക്ഷം രൂപയായിരുന്നു സ്വന്തമായി സ്ഥലം കണ്ടെത്താൻ വേണ്ടി നീക്കി വെച്ചിരുന്നത്. അത് നമുക്ക് ആരും വന്നില്ല. നമ്മുടെ മാനദണ്ഡങ്ങളിലുള്ള പ്രശ്നം, അതുപോലെ അതിന്റെ ഭൂമി വിലയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ആരും അതിന് തയ്യാറായില്ല. അത് ആ ഫണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്ന് അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ സ്വന്തം സ്ഥലമുണ്ട്, 1.5 ഏക്കറോളം വരുന്ന കുണ്ടപ്പറമ്പിലെ സ്ഥലം. അവിടെ 2 നമ്മുടെ ബഡ്സ് സ്കൂളും തൊട്ടടുത്ത് തന്നെ വലിയൊരു കോളേജ് പ്രവർത്തിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായ തടസ്സങ്ങൾ അവിടെ ഉണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനത്തിനടുത്ത്, പ്രത്യേകിച്ച് ഭിന്നശേഷി സ്ഥാപനത്തിനടുത്തൊക്കെ ഒരു MCF കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് സമവായത്തിലൂടെ കഴിയുള്ളൂ. അതിനുള്ള ചർച്ചകൾ ഭാവിയിലുണ്ടാവും. അത് അറിയിക്കാനുള്ളത്. പിന്നെ ഇവിടെ സർലേച്ച് പറഞ്ഞ കാര്യം, പള്ളിമുക്ക് അടിക്കൻ കോളനിയിലെ കുടിവെള്ളമായിട്ട് ബന്ധപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ ജലജീവൻ പദ്ധതി പൂർത്തിയാവുന്നതോടെ അതിന് പരിഹാരമാവുമെന്ന് പ്രതീക്ഷിക്കുക. 8ാം വാർഡിൽ പല പ്രവൃത്തി, ഒന്നാമത് മെയിൻ റോഡ് കീറാത്തതുകൊണ്ട്, എൻ്റെ വാർഡിലടക്കം 12ാം വാർഡാണ് എൻ്റെ വാർഡ്, മൊറൈ റോഡിൽ മെയിൻ റോഡ് കീറി കൈപ്പെടാത്തത് കാരണം അവിടെ ഒരാൾക്ക് പോലും കുടിവെള്ളം ലഭിക്കുന്നില്ല. അവസാന ഘട്ട പ്രവൃത്തി കഴിയുന്നതോടെ അതിനെല്ലായിടത്തും കുഴിമണ്ണ പഞ്ചായത്തിൽ 5000-ലധികം വരുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്കും വെള്ളം ലഭിച്ചിരിക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മളുള്ളത്. ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ അതിന് വേണ്ട നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ അടുത്ത് തന്നെ പരിഹരിക്കും, ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. വേറെ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു അഭിപ്രായം പറഞ്ഞത് അബൂബക്കർ മാഷാണ്. അബൂബക്കർ മാഷ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞങ്ങൾക്കൊക്കെ വ്യക്തിപരമായിട്ട് നമ്മുടെ പ്രതിസ്ഥാനീയനാണ്. എല്ലാവരും ഞങ്ങൾ കാണുന്ന വേദിയിലൊക്കെ മാഷ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വിഷയമാണ് ഇവിടെ പറഞ്ഞത്. വലിയ വിഷയമാണത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ മുൻകൈ എടുത്ത് ചെയ്യേണ്ടതാണ്. അതിൽ സമ്മർദ്ദം ചെലുത്താനും പല വേദികളിൽ സൂചിപ്പിക്കാനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. കുഴിമണ്ണയുടെ മദ്യം എന്ന് പറയാവുന്ന, നമ്മുടെ സെന്റർ എന്ന് പറയാവുന്ന കീശ്ശേരി അങ്ങാടിയിലെ വാഹനക്കുരുക്കും ഗതാഗത പ്രശ്നങ്ങളും യാത്രാ സൗകര്യങ്ങളും നമുക്കറിയാം. അതിനുള്ള പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഒരു ബൈപ്പാസ് കൊണ്ടുവരാനുള്ളത് എന്തായാലും വാർ റൂമിലേക്ക് പോകും. അതിനുശേഷം ഔദ്യോഗികമായിട്ട് തന്നെ നമ്മുടെ വികസന സഹായത്തിന്റെ അഭിപ്രായമായിട്ട് മുകളിലേക്ക് അയക്കുന്നതാണ്. പഞ്ചായത്ത് ഭരണസമിതി ഇതിന്റെ പുറകിൽ ശക്തമായി സമ്മർദ്ദം ചെലുത്തുമെന്ന് അറിയിക്കുന്നു. പിന്നെ അണ്ടർപാസ് ആണോ പോലെ ഒരു സംവിധാനം അവിടെ പറഞ്ഞല്ലോ, മുകളിൽ ഓവർപാസ് ആണോ അണ്ടർപാസ്, എന്തായാലും മാഷ് ഉദ്ദേശിച്ച് അവിടെ ഒരു ക്രോസിംഗ് ആവശ്യമാണ്. നമ്മൾ അങ്ങാടിയിൽ മുറിച്ച് കിടക്കാൻ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ അങ്ങാടിയിൽ എല്ലാവരുണ്ടോ സ്ഥലത്ത് ഓവർപാസ് വന്നാൽ നന്നായിരിക്കുന്നുള്ള അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം നമുക്ക് നിർദ്ദേശമായിട്ട് കൊടുക്കാം. PWDയുടെ അധീനതയിലുള്ള സ്ഥലമാണ്. ആരോഗ്യ മേഖലയിൽ നിന്നും അഭിപ്രായം പറഞ്ഞ സാനിറ്റേഷൻ ഫണ്ട്, അത് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. അതിന്റെ തടസ്സങ്ങൾ നീക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം. അതുപോലെ പുളിയക്കോട്
ആക്കപ്പറമ്പ് സബ് സെന്ററിന്റെ ചുറ്റുമതിൽ അതും പഞ്ചായത്തിന് സാധ്യമാവുന്നത് ചെയ്യാവുന്നതാണ്.